സോ കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ ഇപ്പം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ 2025 മഹാജൂബിലി വർഷമാണ്. നിങ്ങൾ 2026 കാണുമോയെന്ന് എനിക്കറിയത്തില്ല, ഞാൻ കാണുമോയെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഈ ഒരു വർഷമെങ്കിലും, ഈ വർഷത്തിന്റെ കുറേ ദിവസങ്ങൾ കടന്നു കഴിഞ്ഞു. ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേണം ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ. ഇറങ്ങിയല്ല, കയറിപ്പോവാൻ. ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്, ഇതുവരെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഗ്രാഫ് എടുക്കുക. നമ്മുടെ മുമ്പിൽ ഈ കിട്ടിയൊരു സമയം മുഴുവൻ ഈ കേരള സഭയുടെ ഭാഗമായിട്ട് നിൽക്കാനും ഇത്രയധികം വചനം കേൾക്കാനും വചനം പഠിക്കാനും ഒക്കെ നമുക്ക് അവസരം കിട്ടിയിട്ടും എന്തോരം വഴികളെ കർത്താവ് നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്നത്. ആൻഡ് വാട്ട് ഡിഡ് യു ഡു ഫോർ ഹിം? അവന് വേണ്ടി എന്ത് ശുശ്രൂഷ ചെയ്തു? ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി എന്ത് നമ്മൾ ചെയ്തു? നമ്മൾ 2 ഷെയറൊക്കെ ചെയ്ത് അമ്മമാരെന്നെ അങ്ങനെ ചെയ്യുന്ന, അമ്മമാരെന്തിനാ അങ്ങനെ വഴക്കുണ്ടാക്കുന്നത്, അങ്ങനത്തെ ശുശ്രൂഷകളൊക്കെ നമ്മൾ കുറച്ചൊക്കെ ചെയ്ത് കാണും. പക്ഷേ സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനോ, സഭയെ വളർത്തിയെടുക്കാനോ, നമ്മുടെ ഇടവകയെ വളർത്തിയെടുക്കാനോ, നമ്മൾ ആയിരിക്കുന്ന പ്രാർത്ഥന കൂട്ടായ്മയെ വളർത്തിയെടുക്കാൻ ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു? നമ്മുടെ ചോദ്യം മുഴുവൻ ഈശോ ഇതാണ്. ഈശോ നീ എന്നെ അതെനിക്ക് ചെയ്യാത്ത, ഇതെന്നെ എനിക്ക് ചെയ്യാത്ത, അത് പ്രാർത്ഥിച്ചല്ലോ, ഇത് പ്രാർത്ഥിച്ചല്ലോ, എന്നെ അത് ചെയ്യാത്തേ? ഈശോ അത് തിരിച്ചു ചോദിക്കാണ്, നീ ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഉത്തരവുണ്ടോ? ഉണ്ടെങ്കിൽ ഗുഡ് എന്ന് ഞാൻ പറയുന്നില്ല. ഉണ്ടെങ്കിൽ പോരാ, ഉണ്ടെങ്കിൽ പോരാ. നമ്മൾ അത്രയും ചെയ്തെങ്കിൽ പോരാ. കർത്താവ് നമ്മളെ ഒരു വിളി തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ, അത് അവസാന ശ്വാസം വരെ മടി പിടിപ്പിക്കുന്ന സംഭവങ്ങൾ വരാം, മടുപ്പ് തോന്നാം, ഇട്ടേച്ച് പോകാൻ തോന്നാം. ഇവരെല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്നു, അവർക്കൊരു കുഴപ്പമില്ലല്ലോ, ഞാൻ എന്തിനാണ് ഇതിനു വേണ്ടി ഈ ആയുഷ് സമയമൊക്കെ കളഞ്ഞിങ്ങനെ നിൽക്കുന്നത്? ആരെയും ബോധിപ്പിക്കാനല്ല. ലോകത്തിൽ സകലരും തകർന്നു വീഴുമ്പോഴും, നിന്റെ മുമ്പിൽ ഈ പ്രലോഭനങ്ങൾ വന്ന് നിൽക്കുമ്പോഴും, ഇട്ടേച്ച് പോകാൻ 1000 കാരണങ്ങൾ വന്ന് നിൽക്കുമ്പോഴും, ഒറ്റ കാര്യം ഓർത്തേക്ക്, ശുശ്രൂഷയെ നിൽക്കുന്നവരും, ഈശോയെ സ്നേഹിക്കുന്നവരും, വചനമെടുത്ത് കൈപ്പിടിച്ചേക്കുന്നവരും, നിന്നെ വിളിച്ചത് അവരല്ല, നിന്നെ വിളിച്ചത് ഇവരല്ല, ഈ അച്ഛനല്ല, ഈ മെത്രനല്ല, ഈ സിസ്റ്റർ അല്ല, ഈ ധ്യാനകേന്ദ്രമല്ല. ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റിവെച്ചതാന്ന് സാക്ഷ്യം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ.